ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തോളാം മോളെ. ഞാൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ വൈഫാണ്. നീയൊക്കെ ഇപ്പൊ പൊക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. ആ ദിലീപ് പിന്നീട് ചെറിയ റോഡുകളിലെങ്കിലും അദ്ദേഹത്തിന്റെ പടത്തിൽ എന്നെ വിളിച്ചു കൂടെ നിർത്തി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞ മലയാള സിനിമയുടെ മൂവി ക്യാമറ എനിക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കാണത്തില്ല. പക്ഷെ ജയിലില് ദിലീപ് എന്ന് പറയുന്ന നടൻ പെട്ടുപോയ അയാൾ തിരിച്ചിറങ്ങി വരുന്നിടം വരെ ഞാനും എന്റെ കുടുംബവും കാത്തിരിക്കും. ദിലീപ് അവിടെ ആ ജയിലിൽ കിടക്കേണ്ടി വരാതിരിക്കട്ടെ, അങ്ങനെ വന്നാൽ അവിടെ അയാൾ കഴിക്കുന്ന ആഹാരവും അയാൾ കിടന്നുറങ്ങുന്ന പോലെ നിലത്തും കിടന്ന് ഞാനും എന്റെ കുടുംബം അയാൾ തിരിച്ചു വരുന്നിടം വരെ അയാളോട് ഐക്യത. നമസ്കാരം കൂട്ടുകാരെ. സോഷ്യൽ മീഡിയ എന്നത് ഒരു പ്ലാറ്റ്ഫോം മാത്രമല്ല കേട്ടോ, അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു മനോഭാവം വളക്കുന്ന ഒരു ഉപകരണം കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചർച്ച ചെയ്യുന്ന നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കേട്ടോ. മഞ്ജു വാര്യരെ പ്രശംസിക്കാൻ എന്ന വ്യാജേന സാധാരണക്കാരായ സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിച്ച ഈ ഒരു കുറിപ്പും അതിനെ തുടർന്നുണ്ടായ സൈബർ പോരാട്ടവുമാണ് നമ്മൾ ഇന്ന് കാണാതെ പോകരുത്. ഇതിൽ സ്ത്രീ വിരുദ്ധതയുണ്ട്, അഹങ്കാരവുമുണ്ട്, അതിലേറെ വിവരക്കേടുമുണ്ട്. എന്തായാലും നമുക്കിത് പോസ്റ്റ് ബൈ പോസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യാം. സംഭവം തുടങ്ങുന്നത് മഞ്ജു വാര്യരുടെ BMW ബൈക്ക് റൈഡിംഗ് വീഡിയോയിൽ നിന്നാണ്. അത് കണ്ടപ്പോൾ ജയചന്ദ്രൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ ഇങ്ങനെയായിരുന്നു: മാസത്തിൽ 15 ദിവസം മാസമുറ ആകാത്തതിന്റെ കുറ്റവും ബാക്കി 15 ദിവസം അത് കഴിഞ്ഞതിന്റെ കുറ്റവും, ഇടയ്ക്കെങ്ങാനും ഒരു ദിവസം കിട്ടിയാൽ അതിൽ PCODയും കൂട്ടുപിടിച്ച് മടിച്ചിരിക്കുന്ന സ്ത്രീകൾ. ഇവിടെയാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. ആർത്തവവും PCODയും എന്ന് പറയുന്നത് ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം ചോദിച്ചു വാങ്ങുന്നതാണോ? ഒരു പുരുഷന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ശാരീരിക വേദനയും ഹോർമോൺ വ്യതിയാനവും മൂലം മനസ്സ് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ, അത് അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളെ മടിയന്മാരെന്ന് വിളിക്കാൻ ഇദ്ദേഹത്തിന് എങ്ങനെ ധൈര്യം വന്നു? ആർത്തവം എന്ന് പറയുന്നത് ഒരു മടിയല്ല, അതൊരു അതിജീവനമാണ്. ഇന്നത്തെ കാലത്ത് ആർത്തവത്തെ കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ എല്ലായിടത്തും ലഭ്യമാണ്. ആ സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന തളർച്ചയും വേദനയും ഒക്കെ താങ്ങിക്കൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം സ്ത്രീകളും അടുക്കളയിലും തൊഴിലിടങ്ങളിലൊക്കെ പണിയെടുക്കുന്നത്. ഇതിനെ മടി എന്ന ലേബൽ ചെയ്യുന്നത് കടുത്ത ക്രൂരതയാണ്. ജയചന്ദ്രനെ പോലെ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എത്രത്തോളം തെറ്റാണ്. PCOD എന്നത് വന്ധ്യതയ്ക്കും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്ന ഒരു രോഗാവസ്ഥയാണ്. അതിനെ ഒരു ഒഴിവ് കഴിവായിട്ട് കാണുന്ന ഇദ്ദേഹത്തിന്റെ ചിന്താഗതി എത്രത്തോളം പഴഞ്ചനാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു. ഈ വിമർശനങ്ങൾ കൂടിയപ്പോൾ ജയചന്ദ്രന്റെ ഭാര്യയുടെ വോയിസ് നോട്ട് പുറത്തു വന്നു. അതിലവർ പറയുന്നത് എന്താണ്? തന്റെ ഭർത്താവിനെ വിമർശിക്കുന്നവർക്ക് ക്യാൻസർ വന്ന് ചാകട്ടെ എന്നാണ്. ഒരു രോഗത്തെ ഇത്രയും ഭീകരമായിട്ട് ശാപവാക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാനസികാവസ്ഥ. ശത്രുക്കൾക്ക് പോലും വരാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ് മാരകമായിട്ടുള്ള രോഗങ്ങൾ. ഒരു സ്ത്രീ തന്നെ മറ്റൊരു വ്യക്തിയോട് ഇത്രയും വിഷം ചീറ്റുന്നത് കാണുമ്പോൾ ശരിക്കും ഭയം തോന്നും. സ്വന്തം ഭർത്താവിന്റെ തെറ്റിനെ ന്യായീകരിക്കാൻ മറ്റൊരു വ്യക്തിയുടെ ജീവനെ പന്താടുന്നത് ശരിയാണോ? ഇവിടെയാണ് സിസ്റ്റർഹുഡ് അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദം തകരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ജയചന്ദ്രൻ മഞ്ജു വാര്യരെ ഈ ഒരു പോസ്റ്റിലേക്ക് വലിച്ചഴിച്ചത്? അതിന് പശ്ചാത്തലമായിട്ട് നമുക്ക് ഒരു പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഇപ്പോ ചില മീഡിയകളിലും അത് ഞാൻ കേട്ടു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതെനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയതാണ് പല സിനിമകളിലും. അത് സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതിൽ കൂടുതൽ വളരെ ശ്രദ്ധേയനായ ഒരു സിനിമ നടനാകുമായിരുന്നു. അതിന്റെ പിന്നണി പ്രവർത്തിച്ചവരെല്ലാം എന്നോട് പറഞ്ഞത് ദിലീപ് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് കട്ട് ചെയ്ത് കളയുന്നത്, വേറൊന്നും ഓർക്കരുത്, ഞങ്ങളോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പല സാഹചര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും എനിക്കത് ശരിയാണെന്നും തോന്നിയിട്ടുണ്ട്. കാര്യം അപ്പൊ അതുമൂലം എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ സ്വപ്നങ്ങളാണ്, എന്റെ ഒരു സിനിമ സങ്കല്പങ്ങൾ, സിനിമയിൽ അവസരങ്ങളില്ലാതായി. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം അതൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരെ പോകാറുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കഥാപാത്രങ്ങളും സിനിമയിലെ ഓരോ റോളുകളും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം ഞാൻ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ നേരിൽ കാണുകയുണ്ടായി. നേരിൽ കണ്ടപ്പോൾ ഞാൻ ദിലീപ് എന്ന് പറയുന്ന ആളോട്, ആ വ്യക്തിയോട് ഞാനിത് തുറന്ന് ഞാൻ ചോദിച്ചു, ഇങ്ങനെ നിങ്ങളാണോ എന്റെ കുറെ അവസരങ്ങൾ കളഞ്ഞത്? അപ്പോ ദിലീപ് ഒരു ആർദ്രമായ മനസ്സോടെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപേട്ട ഒരിക്കലും ദിലീപേട്ടൻ അതോർത്ത് വിഷമിക്കരുത്. കാര്യം എനിക്ക് ഒരു വൈരാഗ്യമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദിലീപിനെ പോലെ ഇത്രയും കഴിവുള്ള ഒരു നടൻ ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് എന്റെ കഴിവിനെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്, എന്റെ കഴിവ് അത്രയ്ക്കുണ്ടെന്ന് അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അതിന് പോസിറ്റീവ് എനർജിയാണ് തരുന്നത് ദിലീപേട്ട.
അതുപോലെ മാത്രമല്ല ദിലീപേട്ട എല്ലാവരും നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ പലതും ചെയ്യാറുണ്ട്. ഒരുപക്ഷെ എനിക്കും അങ്ങനെ തോന്നിയേക്കാം ഞാൻ വലിയൊരു സ്ഥാനത്ത് എത്തുമ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെ തുറന്ന് ഞാൻ എന്റെ മനസ്സ് പറഞ്ഞ അന്നു മുതൽ അയാളുടെ ആത്മാർത്ഥ സുഹൃത്താക്കി എന്നെ കൂടെ കൊണ്ടു നടക്കുകയാണ്. എനിക്കറിയാം ദിലീപേട്ടന്റെ മനസ്സ്. കാര്യം ഞാനത് തുറന്ന് പറയുന്ന ഒരാളെ അംഗീകരിക്കാൻ എല്ലാവർക്കും ഒന്നും കഴിയില്ല. അതുപോലെ പറ്റി മനസ്സുള്ള ഒരാൾക്കേ കഴിയും. ഇപ്പൊ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ദിലീപ് കൂവി കല്ലെറിഞ്ഞ് ഞങ്ങളുടെ പടങ്ങൾ നശിപ്പിച്ചു എന്ന് പല താരങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും സിനിമ ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്കാർക്കും പണമില്ലാത്ത അവസ്ഥയൊന്നുമില്ല. അവരൊക്കെ താരങ്ങൾ തന്നെയാണ്. അവർക്കൊക്കെ കോടിക്കണക്കിന് രൂപയുണ്ട്, എന്നെ പോലെയല്ല. അപ്പൊ അവർക്കും ഈ പ്രതിസന്ധിയിൽ തരണം ചെയ്ത് നിൽക്കാനുള്ള ബുദ്ധികളും കുതന്ത്രങ്ങളും അവർക്കും അറിയാം. അപ്പൊ ദിലീപിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവരും അങ്ങനെ നിൽക്കുകയാണ്. ഞാനിത് പറഞ്ഞു വരാൻ കാരണം, ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം, എനിക്കോ എന്റെ കുടുംബത്തിനോ തോന്നാത്ത, ദിലീപ് എന്ന് പറയുന്ന നടനോട് തോന്നാത്ത വൈരാഗ്യവും ദേഷ്യവും പകയൊന്നും ആർക്കും തോന്നേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ആരുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ദിലീപ് മൂലം ജീവിതം തകർന്ന ആൾക്കാർ വരട്ട രംഗത്തേക്ക് ഇവരൊന്നും പറയട്ടെ, തെളിഞ്ഞ ആരുമില്ല, ആരും പറയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് തുറന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാനും ആ നെഞ്ചോട് ചേർത്ത് നിർത്താനും കാണിച്ച ദിലീപിന്റെ മനോഭാവത്തെ ഞാൻ ഒരിക്കലും ദിലീപ് കേസിൽ പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റോഡിലിറങ്ങി സംസാരിച്ച വ്യക്തിയാണ് ജയചന്ദ്രൻ. ദിലീപ് കിടക്കുന്ന അതേ തറയിൽ ഞാനും കുടുംബവും കിടക്കും എന്ന് വരെ പറഞ്ഞ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരെ പുകഴ്ത്തുന്നതിനിടയിൽ യോജിച്ചു പോകാൻ പറ്റാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി ഭർത്താവിന്റെ പണം പറ്റി കഴിയുന്നവർ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ആരെ ലക്ഷ്യം വെച്ചതാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആർക്കും മനസ്സിലാകും. എന്തായാലും ദിലീപിനോടുള്ള ആ ഒരു കൂറ് കാണിക്കാൻ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇവിടെ. എന്തായാലും ഈ ഒരു പോസ്റ്റിന് പിന്നാലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടു. അതായത് സൈബർ ലോകം എന്ന് പറയുന്ന ഇന്ന് പണ്ടത്തെ പോലെ അല്ലല്ലോ. ജയചന്ദ്രന്റെ പോസ്റ്റിന് താഴെ വന്ന ഭൂരിഭാഗം കമന്റുകളും അദ്ദേഹത്തെ തിരുത്തുന്നവയായിരുന്നു. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഈ ഒരു സ്ത്രീ വിരുദ്ധതയെ ചോദ്യം ചെയ്തു. ആർത്തവം എന്നത് അശുദ്ധിയല്ല എന്നും അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ തന്നെയുണ്ട്. പഴയ കാലത്തെ പുരുഷാധിപത്യ ചിന്താഗതികൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇടമില്ല എന്നും ഈ പ്രതിഷേധങ്ങളെല്ലാം തെളിയിക്കുന്നുണ്ട്. എന്തായാലും സ്ത്രീകളുടെ നേട്ടങ്ങളെ ആഘോഷിക്കുമ്പോൾ അത് മറ്റുള്ളവരെ താഴ്ത്തിക്കൊണ്ടാകരുത്. മഞ്ജു വാര്യർ ബൈക്ക് ഓടിക്കുന്നത് ഒരു വലിയ കാര്യമാണ്, അത് പ്രചോദനമാണ്. പക്ഷെ അസുഖം കൊണ്ടോ ജീവിത സാഹചര്യം കൊണ്ടോ വീട്ടിനുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന സ്ത്രീകൾ മടിയന്മാരല്ല. അവരും ഓരോ ദിവസവും വലിയ യുദ്ധങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ ജയചന്ദ്രനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പറയാനുള്ളത് ഒന്നേയുള്ളൂ: പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലെ അഭിപ്രായം പറയുമ്പോൾ അല്പം മാന്യതയും വിവേകവും കാണിക്കുക. വിമർശിക്കുന്നവരെ ശപിക്കുന്നതിന് പകരം തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വിവാദം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ഇടയിൽ ഇപ്പോഴും വേരോടി നിൽക്കുന്ന ചില പിന്തിരിപ്പൻ ചിന്താഗതികളിലേക്കാണ്. മഞ്ജു വാര്യർ ബൈക്ക് ഓടിക്കുന്നതോ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നതോ തീർച്ചയായും ആഘോഷിക്കപ്പെടേണ്ട കാര്യമാണ്. അത് പലർക്കും പ്രചോദനവുമാണ്. സ്ത്രീകളുടെ ശാരീരിക അവസ്ഥകളെയും രോഗാവസ്ഥകളെയും മടി എന്ന ലേബൽ ചെയ്യുന്നതും അങ്ങേയറ്റം അപലീനീയമാണ്. ശരീരവേദനയെക്കാളും ഹോർമോൺ വ്യതിയാനങ്ങളെക്കാളും ഒരു സ്ത്രീയെ തളർത്തുന്നത് അവളെ മനസ്സിലാക്കാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള വാക്കുകളാണ്. ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിൽ നമ്മൾ ഓരോ വാക്കും ഉപയോഗിക്കുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അതുപോലെ തന്നെ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിടുന്നതിന് പകരം ശാപവാക്കുകൾ ചൊരിയുന്നതും നമ്മൾ പുരോഗമിച്ചെന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടും ചേർന്നതല്ല. ഇവിടെ മാറേണ്ടത് സ്ത്രീകളുടെ ശാരീരിക അവസ്ഥകളല്ല, മറിച്ച് അവരെ നോക്കിക്കാണുന്ന പുരുഷന്മാരുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ്. ആർത്തവം അശുദ്ധിയല്ല, മടിയല്ല, അത് പ്രകൃതിയുടെ ഒരു പ്രക്രിയയാണ്. അതിനെ അതിജീവിച്ച് തന്നെയാണ് ഓരോ സ്ത്രീയും മുന്നോട്ട് പോകുന്നത്. അവസാനമായിട്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? കൂട്ടിക്കൽ ജയചന്ദ്രന്റെ പോസ്റ്റും അതിനുശേഷം ഉണ്ടായ പ്രതികരണങ്ങളും ശരിയായിട്ടുള്ള ദിശയിലാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആർത്തവത്തെയും PCODയെയും കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ തിരുത്തപ്പെടേണ്ടതല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരം സാമൂഹിക വിഷയങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചുറ്റുമുള്ള ലോകം കൂടുതലും നല്ലതാകട്ടെ. മറ്റൊരു പ്രസക്തമായിട്ടുള്ള വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.